അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ലിസ്റ്റാണ്. പൈത്തണിനകത്ത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ C++ പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ അറേ ആയിട്ട് യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഡേറ്റ വാല്യൂസിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഓരോ ഡേറ്റ വാല്യൂവിനെ നമ്മൾ ഐറ്റംസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്തുള്ള സീക്വൻസ് ഓഫ് ഡേറ്റ വാല്യൂസ് ഏത് ടൈപ്പിലുള്ള ഡേറ്റ വാല്യൂസിന് വേണമെങ്കിലും നമുക്ക് പൈത്തൺ ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രിങ് പോലെ തന്നെയാണ്. അതായത് ഓരോ ഐറ്റവും അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഇൻഡെക്സ് 0 മുതൽ ലെങ്ത്ത് -1 വരെയുള്ള പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നോർമലി അറേസിനെ കോൾ ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും ലിസ്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേസിനകത്തൊക്കെ നമ്മൾ ലിസ്റ്റിൽ മെമ്പേഴ്സിന് കൊടുക്കുന്നത് പോലെ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഈ അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്നത് 1951 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഇൻഡിജേഴ്സാണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് സ്ട്രിങ് വാല്യൂസ് കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ജസ്റ്റ് വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എം ടി ലിസ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ലിസ്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് 1 2 3 4 എന്നുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്ന വേറൊരു അതിലേക്ക് നമുക്ക് റേഞ്ച് ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം റേഞ്ച് ഫങ്ഷൻ 1 to 5 എന്ന് പറയുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും റേഞ്ച് ഫങ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ സെക്കൻഡിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 എന്നുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി തേർഡ് എന്ന് പറയുന്ന വേറൊരു വേരിയബിളിലേക്ക് ലിസ്റ്റ് ഓഫ് ഒരു സ്ട്രിങ് കൊടുത്തിട്ട് ആ സ്ട്രിങ്ങിനെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് തേർഡിലേക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ലിസ്റ്റിനകത്തെന്ന് പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷനായിരിക്കും. അപ്പോൾ അതിലെ നമ്മൾ ഈ കൊടുത്ത സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറും ഈ ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻ്റായിട്ടായിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ലിസ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത്ത് ഫംഗ്ഷൻ ഉണ്ട്, LEN യൂസ് ചെയ്താൽ മതി. സോ ലെൻ ഓഫ് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ലിസ്റ്റ് വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സീറോത്ത് എലമെൻറ്റിന് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ ലിസ്റ്റ് വേരിയബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഫസ്റ്റ് വാല്യൂവിനെ ആക്സസ് ചെയ്യാം, 0th പൊസിഷനിലെ വാല്യൂ. ഇനി അടുത്തത് 2:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മുതൽ തേർഡ് വരെയുള്ള പൊസിഷനിലുള്ള വാല്യൂസ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 3 ആണ്, തേർഡ് പൊസിഷനിൽ 4 ആണ്. എപ്പോഴും n+1 ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് നമുക്ക് എത്ര വരെ ആക്സസ് ചെയ്യണോ അത് +1 ആയിരിക്കും നമ്മൾ റേഞ്ചിൽ അവിടെ പറയേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിസ്റ്റിൻ്റെ കൂടെ പ്ലസ് കൊടുത്ത് വേറൊരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി കൺകാറ്റിനേഷനായിട്ടാണ് വരുന്നത്. ഇപ്പം ഫസ്റ്റിനകത്ത് 1 2 3 4 ഉണ്ടായിരുന്നു. ദെൻ 5 6നെ ആഡ് ചെയ്യാൻ പറഞ്ഞു, കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്നുള്ള ലിസ്റ്റായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിപ്പം എങ്ങും സ്റ്റോർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഫസ്റ്റിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഫസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് 1 2 3 4 ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഇപ്പം ഈ റിസൾട്ട് കിട്ടുമ്പോഴത്തേനും 1 2 3 4 5 6 എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. അതേസമയം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് +5 6 എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഫസ്റ്റിൻ്റെ വാല്യൂ എന്തായി മാറിയേനെ, 1 2 3 4 5 6 ആയിട്ട് മാറിയേനെ. ദെൻ അതുപോലെ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റും സെക്കൻഡും ഈക്വൽ ആണെങ്കിൽ ഡബിൾ ഈക്വൽ വെച്ച് ഈക്വാലിറ്റി ചെക്കിങ് നടത്താം. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് കിട്ടും.
ഇനി അതുപോലെ തന്നെ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലിസ്റ്റിൻ്റെ കണ്ടൻസിനെ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പം ലിസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഫോർ ലൂപ്പിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ട് അതിനകത്തു നിന്ന് ഓരോരോ നമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ നമ്പർ ഇൻ 1 2 3 4 ലിസ്റ്റിനകത്തുള്ള ഓരോ നമ്പറിനും നമ്പർ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് എടുക്കുന്നു, അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി ചെക്ക് ചെയ്യാൻ പറ്റും, അതായത് ഒരു എലമെൻറ്റ് ഇതിനകത്ത് നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം 3 in 1 2 3 എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്ത് 3 ഉണ്ടോ ഇല്ലയോ, അപ്പോൾ ഉള്ളത് കൊണ്ട് ട്രൂ എന്നുള്ള വാല്യൂ കിട്ടും. 0 in കൊടുത്തു കഴിയുമ്പോൾ അത് ഫാൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെയും ലിസ്റ്റിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് മ്യൂട്ടബിളാണ്, പക്ഷേ സ്ട്രിങ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിളാണ്. അതായത് ലിസ്റ്റ് മ്യൂട്ടബിളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടൻസും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു സ്ട്രിങ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു 1 2 3 4, അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 2 3 4. ദെൻ എക്സാമ്പിൾ ഓഫ് 3, അതായത് തേർഡ് പൊസിഷനിലുള്ള വാല്യൂവിനെ ഞാൻ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് വീണ്ടും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന 4 ആയിരുന്നു, ആ 4നെ റീപ്ലേസ് ചെയ്ത് 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെ അതിൻ്റെ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിലുള്ള കോഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്കൊരു ലിസ്റ്റുണ്ട് 2 3 4 5 എന്ന് പറയുന്ന ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്തുള്ള ഓരോരോ നമ്പേഴ്സിനെ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അത്രയും ലെങ്ത്തിലുള്ള റേഞ്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പോൾ അത്രയും റേഞ്ച് നമുക്ക് ലിസ്റ്റ് കിട്ടും. അതിനെ ഇൻഡെക്സ് ആയിട്ട് എടുത്തിട്ട് നമ്പേഴ്സ് ഓഫ് ഇൻഡെക്സ്, ഓക്കെ, നമ്മുടെ ലിസ്റ്റിനകത്ത് ആ ഇൻഡെക്സ് പൊസിഷനിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ കാണുന്നു, ഇൻറ്റു 2 പവർ ഓഫ് 2. ദെൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അവസാനം ഈ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 9 16 25 ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ സ്ട്രിങ് മെത്തേഡ്, സ്പ്ലിറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് മെത്തേഡ് വെച്ച് നമുക്ക് സ്ട്രിങ്സിനെ വേർഡ്സിനെയൊക്കെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. നമുക്ക് ലിസ്റ്റാക്കി എടുക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് എക്സാമ്പിൾ ഹാസ് 5 വേർഡ്സ് എന്നുള്ള ഒരു വലിയ സെൻറ്റൻസ് ആണത്. എന്നിട്ട് സെൻറ്റൻസ് ഡോട്ട് സ്പ്ലിറ്റ് കോൾ ചെയ്യുമ്പം ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ഈ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ വേർഡ്സിനെയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. സ്പ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒരു ലിസ്റ്റായിട്ട് വേർഡ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. നമ്മൾ ആ വേർഡ്സിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതായിരിക്കും. ഔട്ട്പുട്ടായിട്ട് ദിസ് എക്സാമ്പിൾ ഹാസ് 5 വേർഡ്സ്. ഇങ്ങനെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ആ ലിസ്റ്റിലുള്ള, അതായത് ആ കിട്ടിയ ലിസ്റ്റിലെ വേർഡ്സിനെ എല്ലാം തന്നെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഇതിനകത്ത് എത്ര വേർഡ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ലെങ്ത് എടുത്ത് അത്രയും റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഡെക്സ് വെച്ച് ഓരോരോ ഇൻഡെക്സായിട്ട് ആക്സസ് ചെയ്യുകയാണ് ഫോർ ലൂപ്പിൽ. ദെൻ അതിലെ ഓരോ ഇൻഡെക്സിലും ഉള്ളതിനെ എടുത്തിട്ട് ഡോട്ട് അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവസാനം ആ ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എൽ ഡോട്ട് അപ്പൻഡ്. നമ്മളൊരു എലമെൻറ്റ് പാസ് ചെയ്ത് കൊടുത്തിട്ട് എൽ ഡോട്ട് അപ്പൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൻ്റെ, എൽ എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റാണ്, ആ ലിസ്റ്റ് വേരിയബിളിൻ്റെ ഏറ്റവും അവസാനത്തിലോട്ട് ഈ എലമെൻറ്റിനെ ആഡ് ചെയ്യും. എൽ ഡോട്ട് എക്സ്റ്റെൻഡ് എ ലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻഡും എക്സ്റ്റെൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അപ്പൻഡിൽ ഒരു സിംഗിൾ എലമെൻ്റാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അതേസമയം എക്സ്റ്റെൻഡിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് പാസ് ചെയ്തിട്ട് അതിനെയാണ് എൻഡിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പൊസിഷനിൽ നമുക്കൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പോപ്പ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻഡിലുള്ള ഏറ്റവും അവസാനത്തെ എലമെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. അതുപോലെ ഒരു ഇൻഡെക്സിലുള്ള എലമെൻ്റാണ് പോപ്പ് ചെയ്യേണ്ടെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടെങ്കിൽ ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്താൽ മതി പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പൻ ഫംഗ്ഷനും എക്സ്റ്റെൻഡ് ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1 2 എന്ന് പറഞ്ഞൊരു ലിസ്റ്റുണ്ട്, അതിലേക്ക് അപ്പൻഡ് 3 കൊടുത്തിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 ആയിട്ട് മാറി. ദെൻ എക്സ്റ്റെൻഡ് കൊടുത്തു 11 12 13 എന്ന് കൊടുത്തു, അപ്പോഴത്തേനും 1 2 3 11 12 13 ആയിട്ട് മാറി. എക്സാമ്പിൾ പ്ലസ് 14 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 2 3
11, 12, 13, 14, 15 എന്ന് കിട്ടും. പക്ഷേ വെറും എക്സാമ്പിൾ മാത്രം പ്രിൻറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ 14, 15 കിട്ടുന്നില്ല. കാരണം നമ്മൾ അവിടെ എക്സാമ്പിളിനെ മോഡിഫൈ ചെയ്തില്ല, ജസ്റ്റ് എക്സാമ്പിളിനെ 14, 15 ചേർത്ത് പ്രിൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി എക്സാമ്പിൾ ഡോട്ട് പോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് 13 ആയിരുന്നു, അതിനെ റിമൂവ് ചെയ്ത് റിട്ടേൺ ചെയ്തു. എന്നിട്ട് എക്സാമ്പിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 13 പോയിട്ട് ബാക്കി എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉള്ളത്. ദെൻ പോപ്പ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലുള്ള വാല്യൂവിനെ നമുക്ക് റിമൂവ് ചെയ്ത് റിട്ടേൺ ചെയ്ത് തരുന്നതാണ്. പിന്നെ സെർച്ചിങ് ഉണ്ട്. സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്നുള്ള ഇത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതൊരു പ്രോഗ്രാമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, എ ലിസ്റ്റ്. ദെൻ അതിനകത്തേക്ക് നമ്മൾ കുറേ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ള കൗണ്ടാണ് ആയിട്ട് റീഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത്രയും റേഞ്ച് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഓരോന്നോരോന്നായിട്ട് ഫോർ ലൂപ്പ് വെച്ച് എടുക്കുകയാണ്. എന്നിട്ട് ഓരോ തവണയും ഓരോ എലമെൻറ്റിനെ റീഡ് ചെയ്തിട്ട് ആ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ തവണ റീഡ് ചെയ്യുന്ന വാല്യൂവും ആ ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അവസാനം ആ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എല്ലാ എലമെൻറ്റ്സും അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാണോ അതിനെ റീഡ് ചെയ്യണം. അത് ടാർഗറ്റിലേക്ക് റീഡ് ചെയ്തതിന് ശേഷം ഇഫ് വെച്ച് നമ്മൾ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്താണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എ ലിസ്റ്റിനകത്ത് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇഫ് ടാർഗറ്റ് ഇൻ എ ലിസ്റ്റ് ഉണ്ട് എങ്കിൽ, അപ്പോൾ ഇത് ട്രൂ കേസാണ്. ട്രൂ കേസ് ആണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ അറിയാൻ വേണ്ടി ലിസ്റ്റ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് ടാർഗറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ അതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ദാറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതല്ല എങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. ഇനി അതുപോലെ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് തന്നെയുണ്ട്. അപ്പോൾ ഏത് ലിസ്റ്റിനെയാണോ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഡോട്ട് സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമുക്ക് സോർട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലിസ്റ്റിനെ കുറിച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.